ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ശ്രീസ് വേൾഡ്. എല്ലാവർക്കും ഓണാശംസകൾ. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നമുക്ക് നമ്മുടെ സെറ്റ് സാരി, സെറ്റ് മുണ്ട് ഒക്കെ എളുപ്പത്തിൽ നമുക്കൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അത് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ വരയ്ക്കാൻ അറിയണം എന്നൊന്നുമില്ല, പക്ഷേ നമുക്ക് വരയ്ക്കാൻ അറിയാത്തവർക്കും നമുക്കിതൊന്ന് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതേപോലെ പട്ടുപാവാടയുടെ ഒരു ബ്ലൗസിലും ഞാനൊരു ആലില കൃഷ്ണനെ വരച്ചിട്ടുണ്ട്. അതും ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എളുപ്പത്തിൽ ചെയ്യാം. നമുക്കൊരു 2 മണിക്കൂർ മതി. ആ 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ സെറ്റ് സാരി ഡിസൈൻ ചെയ്ത് എടുക്കാൻ പറ്റും. അതിന് ഒരുപാട് പ്രാക്ടീസോ വരയ്ക്കാനുള്ള കഴിവോ ഒന്നും വേണ്ട. ഞാനിത് കുറേ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്തതെന്ന് പറയാം. ഞാനിതാ ഇതേപോലെ ഒരു ചിത്രം ഞാൻ പ്രിൻ്റ് എടുത്തു. പ്രിൻ്റ് എടുത്തതിന് ശേഷം നമുക്ക് അത് ഈ സെറ്റ് സാരിയൊക്കെ വളരെ നൈസായിട്ടുള്ളതല്ലേ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ ട്രേസ് ചെയ്തിട്ട് പുറത്തിങ്ങനെ വരച്ച് കൊടുക്കാം. അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് വെച്ച് കാർബൺ പേപ്പർ വെച്ചിട്ട് അങ്ങനെയും വരച്ചെടുക്കാം. ഇത് ഞാൻ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വരച്ചെടുത്തിട്ടുള്ളതാണ്. വരയ്ക്കാൻ അറിയുന്നവർക്ക് അങ്ങനെ ട്രേസ് ചെയ്തെടുക്കാതെ തന്നെ വരയ്ക്കാം. പക്ഷേ ചിലപ്പോൾ വലിപ്പം വ്യത്യാസം വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ട്രേസ് ചെയ്തെടുക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. അതിന് നമ്മൾ അതിൻ്റെ അകലങ്ങൾ ആദ്യം ഇത് വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് വെച്ച് നോക്കണം. ഇതിൻ്റെ അകലം കറക്റ്റാക്കിയിട്ട് എടുക്കണം. പിന്നെ ഒരു കറക്റ്റ് സൈഡിൽ കറക്റ്റായിട്ട് ഒരു അതിൻ്റെ വീതിക്ക് അനുസരിച്ചിട്ട് ഒന്ന് വരച്ചും കൊടുക്കുക. അപ്പോൾ ആ കള്ളീൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് അത് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അപ്പം ആദ്യം അതിൻ്റെ അകലം ശ്രദ്ധിക്കണം. ഇപ്പോൾ എത്ര എണ്ണം വരയ്ക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് വെച്ച് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. അങ്ങനെ വരച്ചെടുക്കാം. ഇത് ഞാൻ മുണ്ടാണ്. ആ മുണ്ടിൻ്റെ മേലെ ഞാനത് ഒരു ശംഖിൻ്റെ ചിത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വരച്ചിട്ട് ആ ഉള്ളിൽ കളർ കൊടുത്തു. എൻ്റെ കളറ് ഫെയ്ഡായിപ്പോയതാണ്, കുറച്ച് പഴയതാണ്. അതുകൊണ്ട് ഞാനിത് ഫാബ്രിക് പെയിൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കളർ കാണുന്നത് ഒരു പർപ്പിൾ കളറായിരുന്നു, അതൊക്കെ ഫാബ്രിക് പെയിൻ്റാണ്. പിന്നെ ഫാബ്രിക് പെയിൻ്റ് കൊണ്ട് തന്നെയാണ് ഈ ബ്ലാക്ക് കളറിൽ ആദ്യം ഞാൻ ഈ ചിത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പെൻസിൽ കൊണ്ട് വരച്ചു. അതിനുശേഷം ഞാൻ ഫാബ്രിക് പെയിൻ്റ് കൊണ്ടാണ് ഒരു തിന്നായിട്ടുള്ള ബ്രഷ് വെച്ചിട്ടാണ് വരച്ചെടുത്തത്. ഇപ്പോൾ ഫാബ്രിക് പെയിൻറ്റിന് ഇതേപോലത്തെ ട്യൂബ് കിട്ടും, മൈലാഞ്ചി ട്യൂബ് പോലെ. നമ്മൾ ഹെന്നയൊക്കെ ചെയ്യാൻ എടുക്കുന്ന ട്യൂബില്ലേ, ഏകദേശം അതേപോലത്തെ ട്യൂബ് കിട്ടും. ഇങ്ങനെ ലൈനറായിട്ട്, ലൈനർ എന്നാണ് അതിന് പറയുക, അത് കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റും. ഒരുപാട് കളറുള്ളതല്ലാതെ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ഇതായിട്ടുള്ള ഡിസൈനായിട്ട് മാത്രമാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ കുറേ മുമ്പ് ചെയ്തതായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഞാനിത് വാഷ് ചെയ്തിട്ട് കഞ്ഞിവെള്ളം മുക്കാൻ വേണ്ടിയിട്ട് അത് വാഷ് ചെയ്ത് ബക്കറ്റിൽ പിഴിഞ്ഞ് വെച്ചു. കഞ്ഞിവെള്ളമായിട്ട് അത് മുക്കാൻ വിചാരിച്ച് ഞാനത് മറന്നുപോയി. അങ്ങനെ ഇത് ബക്കറ്റിലിരുന്ന് കരിമ്പ് പോയില്ലേ, അങ്ങനെ കറുത്ത പുള്ളികൾ നിറച്ച് വന്നു. പിന്നെ ഇത് ഉടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അത് പോകാൻ വേണ്ടി, കരിമ്പം കുത്തിയത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്ലോറക്സ് ആക്കിയിട്ട് ഒന്ന് ചെയ്തു നോക്കി. അപ്പോൾ ആ ക്ലോറക്സ് ഈ കളറിൻ്റെ ഭാഗത്തേക്കൊക്കെ കുറേശ്ശെയായി. അങ്ങനെ കളറും ഫെയ്ഡായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും ഞാൻ ചെയ്ത വർക്കായതുകൊണ്ട് എനിക്കിത് കളയാനും തോന്നിയില്ല. അപ്പോൾ ഞാൻ ഈ ചെയ്ത ചിത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നിലും കൂടെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുക്കാൻ നോക്കിയിരുന്നു. അപ്പോൾ അത് വളരെ കാര്യമായിട്ടാണ് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് തോന്നുന്നു അത് കാണാനില്ല. അങ്ങനെയാണ് ഞാൻ പല സാധനങ്ങളും വളരെ കാര്യമായിട്ട് സൂക്ഷിച്ച് വയ്ക്കും. അപ്പോൾ അത് ആവശ്യം നേരത്തെ നോക്കിയാൽ പിന്നെ എവിടെയാണ് വെച്ചതെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടാവാറില്ല. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ഒരു ചിത്രം പ്രിൻ്റ് എടുത്തിട്ട് അത് വെച്ച് വരയ്ക്കാനുള്ള കഴിവ് വേണമെന്നോ പെയിൻറ്റ് ചെയ്യാനുള്ള കഴിവ് വേണമെന്നോ ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാകും. ഇതും ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഇത് അതേപോലെ പ്രിൻ്റ് എടുത്തിട്ട് അത് ബ്ലൗസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് വരച്ചെടുത്തതാണ്. അതിന് ശേഷമാണ് ബ്ലൗസ് തയ്ച്ചിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിത് ചെയ്യുമ്പോൾ മടിയിലൊരു പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും വെച്ച് ഒരു പേപ്പറും വെക്കുക. കാരണം അതിൻ്റെ പെയിൻറ്റുകൾ പുറത്തേക്ക് ബാക്കിൽ ചിലപ്പം ബ്ലൗസൊക്കെ ചെയ്യുമ്പം അപ്പുറ ഭാഗത്തേക്കും കൂടെ പിടിക്കാതെ ഇരിക്കും, നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പം അങ്ങനെ ചെയ്യാം. ഞാനിത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ശരിക്കും ട്രേസ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. കാരണം കൃഷ്ണൻ്റെയൊക്കെ ഉണ്ണിക്കണ്ണൻ്റെ മുഖവും മൂക്ക് കണ്ണൊക്കെ കറക്റ്റായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു കുട്ടിത്വമില്ലേ, ആ നിഷ്കളങ്കതയൊക്കെ അങ്ങ് പോകും.
നന്നായി വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിതിങ്ങനെ വെച്ചിട്ടാണ് വരച്ചെടുത്തത്. എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങളുടെ സെറ്റ് സാരി നിങ്ങൾ തന്നെ ഒന്ന് ഡിസൈൻ ചെയ്ത് നോക്കൂ. എളുപ്പമാണ്. നമുക്ക് കാണുമ്പം തോന്നും ഒരുപാട് പ്രയാസം ഉണ്ടാവുന്നു, പക്ഷേ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ ഞാൻ പറയാൻ മറന്നുപോയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സെറ്റ് മുണ്ടിൻ്റെ ആ മുണ്ടിൻ്റെ ഭാഗത്ത് മാത്രമാണ് കളർ ചെയ്തിട്ടുള്ളത്. പിന്നെ നേരിയതില്ലേ സെറ്റ് നമ്മൾ ഇങ്ങനെ തോളത്തേക്ക് ഉടുക്കുന്നതിൻ്റെ ആ നേരിയതിൻ്റെ മുന്താണി ഭാഗത്ത് മാത്രമേ ഞാൻ കളർ ചെയ്തിട്ടുള്ളൂ. അല്ലാത്ത ഭാഗങ്ങളിലൊന്നും ഞാൻ കളർ ചെയ്തിട്ടില്ല. ജസ്റ്റ് അത് ബ്ലാക്ക് കളറിൽ വരയ്ക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ ചെറിയ ഡിസൈനായിട്ട് മാത്രം, ഒരുപാട് ഇതില്ലാത്ത പോലെ ഡിസൈനായിട്ട് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരു ഭാഗത്ത് മാത്രമേ ഈ തോളത്തേക്കിടുന്ന ആ ഭാഗത്തിൻ്റെ നേരിയതിൻ്റെ ഭാഗത്ത് ഒരു ഭാഗം മാത്രമേ ഞാൻ കളർ ചെയ്തിട്ടുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.